എറണാകുളം ഇരുമ്പനത്ത് മലിനീകരണം കൊണ്ട് പൊറുതിമുട്ടിയ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു കൂട്ടം കുടുംബങ്ങളുണ്ട്. 4 ദശാബ്ദത്തോളം പഴക്കമുള്ള ഇവരുടെ സമരങ്ങൾക്ക് ഇതുവരെയും നടപടിയുണ്ടായിട്ടില്ല. റവന്യൂ മന്ത്രിയെ സമീപിച്ചിട്ട് പോലും നടപടിയുണ്ടാകാത്ത ആ മനുഷ്യരുടെ ദുരവസ്ഥയുടെ നേർക്കാഴ്ചയിലേക്ക്. ഇനി സർക്കാർ അല്ലെങ്കിൽ കോടതി ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പറയേണ്ടത് ഇനി ഇതിനകത്ത് ടെസ്റ്റുകളിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാണ് പറയുന്നതെങ്കിൽ കോടതി ദയവ് ചെയ്ത് കോടതി സർക്കാരുകൾ തീരുമാനം എടുത്താൽ ഈ അയ്യങ്കുടിയിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും ദയാവധം തരട്ടെ. ദയാവധം തരട്ടെ. അവര് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇവിടെ ജീവിക്കുന്ന ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്, അവർ ജീവിച്ചോട്ടെ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇത് വളരെയേറെ കഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ട്. ഒരു സെന്റ് ഭൂമി പോലും വിൽക്കാനാവാത്ത, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത കുടുംബങ്ങൾ ഈ മണ്ണിനകത്ത് കിടപ്പുണ്ട്. അവർക്ക് മുന്നോട്ട് ജീവിക്കണം. ആത്മഹത്യ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. 3 പതിറ്റാണ്ടുകാലത്തെ പഴക്കമുള്ള പരാതികൾ, പറഞ്ഞു മടുത്ത ദുരിതങ്ങൾ, പാഴായ ഉറപ്പുകളും വാക്കുകളും. അയ്യൻകുഴിക്കാരുടെ ജീവിതം ഈ മതിൽക്കെട്ടുകൾക്കുള്ളിൽ വിങ്ങുകയാണ്. ഇരുമ്പനത്തെ BPCL HOC കമ്പനികൾക്കിടയിലെ 9.5 ഏക്കർ ഭൂമി. ഇവിടേക്കെത്താൻ 2 ആൾ പൊക്കമുള്ള മതിലുകൾക്കിടയിലെ ഏക വഴി മാത്രം. എല്ലാ സൗകര്യങ്ങളും ഉള്ള ജനങ്ങളായിരുന്നു, കുടിവെള്ളത്തിനൊരു ബുദ്ധിമുട്ടില്ലാത്ത ജനങ്ങളായിരുന്നു ഇവിടെ കിടന്നത്. BPCL 90 സ്ഥലം എടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ കുറേ ആൾക്കാരുടെ അവരുടെ ഇതിലുള്ള ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ റോഡ് കയറ്റിയെടുത്ത്, അതായത് ഞങ്ങളുടെ ഈ റോഡ് ഇത് പട്ടിമറ്റം എറണാകുളം റൂട്ടായിരുന്നു. ഈ റോഡ് കട്ട് ചെയ്തിട്ട് ഇതിലെ മാറ്റി വിട്ടു. അപ്പം ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാണ്ടായി. 2 ബസ് ഉണ്ടായിരുന്നതാണ്. ആ ബസ്സെല്ലാം കട്ട് ചെയ്ത് പിന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് അംഗൻവാടി ഉണ്ടായിരുന്നു, PH സെൻറ്ററിലേക്ക് പോകാനുള്ളത്, കുഴിക്കാട് ഗവൺമെൻറ് സ്കൂളിലേക്ക് പോകാനായിട്ട് ഇവിടുന്ന് നമ്മളിപ്പോൾ HOC കാവലേക്ക് വരെ പോകണം, അത്രയും ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഇതെല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇവരിന്ന് എടുത്തു കളഞ്ഞിട്ട് ഇതിനൊരു പകരം സംവിധാനം ഏർപ്പെടുത്താതെ ഇത് ഇട്ടു. എന്താ വെച്ചാൽ ഇവരുടെ എന്തോ ഗൂഢലക്ഷ്യമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി വിയറ്റ്നാം കോളനി മാതിരി ഇനി ഇവിടെ ആൾക്കാർ ഇവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഭൂമി സുലുവിലക്ക് എടുക്കാനാണോ എന്ന് നമുക്കറിയില്ല. അതാണോ ലക്ഷ്യം എന്നറിയില്ല. അല്ലെങ്കിൽ ഇവിടെ വരാം എന്ന് പറയുന്ന കമ്പനികളെ ഇവർ എന്തെങ്കിലും തുറങ്കം വയ്ക്കും. ഈ 4 വർഷവും മതിൽ കെട്ടി ബന്ധിച്ചിട്ട് അങ്ങനെ പേര് ഞങ്ങളുടെ ഭൂമി വിൽക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തിലെ സാഹചര്യങ്ങൾ, നമുക്ക് കടബാധ്യതയുള്ള കുടുംബങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നമുക്ക് നിവൃത്തി നിത്യവരുമാനമുള്ള ഒരു കുടുംബം പോലും ഇവിടെ ഇല്ല. ഈ അയ്യങ്കുഴി ഇത്രയും 2 കമ്പനികൾ വന്നിട്ടുണ്ടല്ലോ. ഒരു നിത്യവരുമാനമുള്ള ഒരു കുടുംബമെങ്കിലും ഈ പരിസരത്ത് അയ്യങ്കുഴി പ്രദേശത്തുണ്ടെങ്കിൽ കമ്പനിക്കാർ പറയട്ടെ. ഒരു സ്ഥിരമായ ജോലി പോലും ഇത്രയും കമ്പനികൾ വന്നിട്ട് ഇവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളത്. കൊടുക്കും അവർ ദൂരെയുള്ള ആളുകൾക്ക്. എന്തിനാ ഇവിടെയുള്ള പാർട്ടിക്കാർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഭൂമി ഏറ്റെടുത്ത് ന്യായമായ നഷ്ടപരിഹാരം നൽകണമെന്ന പതിറ്റാണ്ടുകൾ നീണ്ട ആവശ്യം കോടതി വരെ കയറിയിറങ്ങുന്ന നിയമ പോരാട്ടങ്ങളായി തുടരുന്നു. കോടതിയിൽ പോലും നമുക്ക് നീതിയില്ല. കോടതി എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്നോ കമ്പനിയുടെ ഭാഗത്തുനിന്നോ നമുക്ക് നീതി ലഭിക്കാതെ വന്നപ്പോഴാണ് നമ്മൾ കോടതിയെ സമീപിച്ചത്, അല്ലേ? ഈ സർക്കാരിനെ പോലെ തന്നെ ബാധ്യത കോടതിക്കുണ്ട്, ജനങ്ങളെ രക്ഷിക്കേണ്ട ബാധ്യത. അപ്പം ആ കോടതി എന്ത് ചെയ്യണം? കോടതി നമുക്ക് നീതി തരുന്നില്ല. കോടതി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഈ 4 മതിൽക്കെട്ടിനുള്ളിലാണെന്നും ഇവിടെയുള്ള ആളുകൾ പാവങ്ങളാണെന്നും നമുക്ക് ഇന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്നും എല്ലാ കോടതിയെ തെളിവ് എന്നിട്ട് പോലും ഈ കോടതിയും ഈ കേസ് നീട്ടി സർക്കാരിന് സമയം കൊടുക്കുന്നു, കമ്പനിക്ക് സമയം കൊടുക്കുന്നു. എന്തിനു വേണ്ടി? ജനങ്ങളെ രക്ഷിക്കാനാണ് കോടതി എങ്കിൽ ആ കോടതി നമുക്കൊരു നീതി തരണ്ടേ? ഇവിടുന്ന് ജനങ്ങളെ ഒഴിപ്പിക്കണമെന്നൊരു വാക്ക് ഈ കോടതിക്ക് പറയാൻ പാടില്ലേ? അവർ കോടതി പറയണം ഞങ്ങൾക്കൊരു വികസനമില്ല, ഞങ്ങൾക്ക് പ്രൊജക്റ്റ് ഇല്ല എന്ന് പറയണം. ഈ സ്ഥലം എടുക്കാൻ വേണ്ടി ഈ 9 ഏക്കർ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി അവർക്ക് പ്രൊജക്റ്റ് ഉണ്ടാക്കണം. ഇവിടെ ബഫർ ഗ്രീൻ ബെൽറ്റ് ഇല്ല, ഒന്നുമില്ല അവർക്ക്. ബിടെക് വിദ്യാർത്ഥിനിയായ അതുല്യയ്ക്ക് വിഷലിപ്തമായ മണ്ണിനെ കുറിച്ചുള്ള തന്റെ പ്രൊജക്ടിനായി സ്വന്തം മുറ്റം വിട്ടു പോകേണ്ടി വന്നില്ല. മണ്ണിൽ എന്തായാലും ഓയിലിന്റെ കണനുണ്ടെങ്കിൽ അതെന്തായാലും കിണറിലെ വെള്ളത്തിലോ എല്ലാത്തിലും ഇതുണ്ടാവും. അപ്പോൾ ഇത് ടെസ്റ്റുകൾ നടത്തണമെങ്കിലും കാര്യമായിട്ട് റിപ്പോർട്ടൊന്നും ഇതൊന്നും കിട്ടണില്ല. അപ്പോൾ ഒരു തവണ ഹെൽത്തിൻ്റെ സാറ് വന്നപ്പോൾ ഞാൻ ഈ ഒരു ഞങ്ങളിങ്ങനെ സ്റ്റഡി നടത്തിയ കാര്യം ഞാൻ ജസ്റ്റ് സാറിനോട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ ഉണ്ട്, ആ സ്റ്റാൻഡേർഡ് വാല്യൂ ഒന്നും കുറവായിട്ടാണ് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ സാർ ഫസ്റ്റ് തന്നെ ചോദിച്ചത് ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഭയങ്കര നിസ്സാരമുള്ള രീതിയിൽ സാർ ചോദിച്ചത്. ബാക്കി കാര്യങ്ങളൊക്കെ കേൾക്കുകയോ ചെയ്തു. ലാസ്റ്റ് സാറ് ചോദിച്ചത് എങ്ങനെയാണ്? അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂവിൽ നിന്ന് മാറി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് പ്രോപ്പർട്ടീസിൽ കുറേ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത്ര നിസ്സാരമായിട്ടാണ് കാര്യങ്ങളെല്ലാം അവർ എടുക്കണത് തന്നെ. പ്ലാന്റുകളിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ പോലും ഓടി രക്ഷപ്പെടാൻ ഒരിടമില്ലാത്ത ഈ മനുഷ്യരുടെ ദുരിതത്തിന് ആര് മറുപടി നൽകും? ഭൂമി ഏറ്റെടുക്കലിനെതിരെ പലയിടങ്ങളിലും പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴാണ് അയ്യൻകുഴിയിലെ 42ഓളം കുടുംബങ്ങൾ ഈ ഭൂമി ഒന്ന് ഏറ്റെടുത്തു കിട്ടണമെന്ന് ആവശ്യപ്പെടുന്നത്. ശാരീരിക മാനസിക അവശതകൾക്കൊടുവിൽ ഇതിനെല്ലാം പരിഹാരം കാണാൻ ഇനി ഇവർ എവിടെ പോകുമെന്ന ചോദ്യമാണ് ബാക്കി. കൊച്ചിയിൽ നിന്ന് അരുൺ നമ്പ്യാർക്കൊപ്പം കൃഷ്ണപ്രിയ, ന്യൂസ് മലയാളം.